ഒരു ലോകം. ഒറ്റ ഹദീസ് ഞാൻ വായിക്കാം, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി പറയുകയാണ്, ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അൽ ബൈത്തുൽ ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം നടക്കുന്ന വീടുണ്ടല്ലോ. പടച്ചവനെ, ഇശാ മഗ്രിബിക്കിടയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രായമായ വല്യമ്മമാർ, നമ്മുടെ ചെറിയ മദ്രസയിൽ പഠിക്കുന്ന മക്കൾ എല്ലാവരും ഇരുന്ന് വീട്ടിലിരുന്ന് ഖുർആൻ ഓതാറുണ്ടല്ലോ. അങ്ങനെ ഖുർആൻ ഓതപ്പെടുന്ന വീടുകൾ, ആ വീടുകൾ ആകാശ ലോകത്തുള്ള മാലാഖമാർക്ക് വെളിച്ചം കൊടുക്കുമത്രേ. ശ്രദ്ധിക്കണേ, എന്താണ് ഈ പറയുന്നത്? ഖുർആൻ ഓതുന്ന വീടിന്റെ മുകളിൽ നിന്നൊരു വെളിച്ചം ആകാശ ലോകത്തേക്ക് ഇങ്ങനെ വെളിച്ചമടിക്കുമ്പോൾ, ആകാശത്തുള്ള നക്ഷത്രങ്ങളെ ഭൂമിയിലുള്ളവർ കാണുന്നത് പോലെ, ആകാശത്ത് മിന്നി നിൽക്കുന്ന നക്ഷത്രങ്ങളെ ചൂണ്ടിയിട്ട് കുഞ്ഞുമക്കൾ ചോദിക്കാൻ എന്നതുപോലെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നമ്മുടെ വീടുകൾ ഇങ്ങനെ പ്രകാശിക്കുമത്രേ. ഈ പ്രകാശം ഇടക്ക് കെട്ടുപോയാൽ, ശ്രദ്ധിക്കണേ, ഇടക്ക് ഈ വെളിച്ചം കെട്ടുപോയാൽ മലക്കുകൾ ചോദിക്കുമത്രേ, അല്ലാ പടച്ചവനെ, ഭൂമിയിൽ എന്നും ഈ ഭാഗത്ത് പ്രകാശിക്കുന്ന ഒരു വീടുണ്ടായിരുന്നല്ലോ, ഇന്ന് ആ വീടിനെന്താണ് പറ്റിയത്? നമ്മളെ കുറിച്ച് മലക്കുകൾ അറിയുന്നുണ്ടോ? നമുക്കവരെ ചങ്ങാതിമാരാക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നും ഖുർആൻ ഓതപ്പെടുന്ന വീടാണോ? ആ വീട് ആകാശത്തേക്ക് ഒരു നക്ഷത്രം പോലെ പ്രകാശിക്കുകയാണ്. എന്നെങ്കിലും ആ നക്ഷത്രത്തെ കാണാതിരുന്നാൽ ആ മലക്കുകൾ ചോദിക്കുമത്ര, അല്ലാ പടച്ചവനെ, കാണുന്നില്ലല്ലോ, ഭൂമിയിൽ നിന്നല്ല ഇപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരുന്ന ആ നക്ഷത്രത്തെ, ആ വീട് ഞങ്ങൾ ഇന്ന് കാണുന്നില്ലല്ലോ. അല്ലാഹു പറയുമത്രേ, ഇന്നഹു മരീർ, അയാൾ ഇന്ന് രോഗിയാണ്, അയാൾക്ക് ഇന്ന് ഖുർആൻ ഓതാൻ കഴിയുകയില്ല, രോഗിയായി കിടക്കുകയാണ്. ഇല്ലെങ്കിലോ ഇന്നഹാ മരീദാ, ആ വീട്ടില് ഖുർആൻ ഓതാറുണ്ടായിരുന്നത് ഒരു ഉമ്മയായിരുന്നു. ആ ഉമ്മ ഇന്ന് പനിച്ചു കിടക്കുകയാണ്, ആ ഉമ്മാക്ക് ഇന്ന് ഖുർആൻ ഓതാൻ കഴിയുകയില്ല. ആ സമയത്ത് മലക്കുകൾ അങ്ങ് കൈയുയർത്തുന്നു. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ശ്ഫിഹാ, അല്ലാഹുവേ, ആ ഉമ്മാക്ക് നീ ശിഫ കൊടുക്ക് റബ്ബേ, രോഗശമനം കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ, ആ ഉമ്മയുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കല്ലാ, ആ സഹോദരന്റെ രോഗം മാറ്റിക്കൊടുക്ക്. എന്നാൽ അയാൾ ഖുർആൻ ഓതുന്ന വെളിച്ചം ഞങ്ങൾക്ക് കാണാമല്ലോ. ആകാശത്തുള്ളവർ ഭൂമിയിലുള്ളവരെ അറിയുകയാണ്. അദൃശ്യ ലോകത്ത് സൗഹൃദം